ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. ലൂക്കോസ് 1:45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിന് സ്തോത്രം. കന്യാമറിയാവിനെ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറയുകയാണ്. വേറൊരാൾ പറയുകയാണ്, നീ ഒരു ഭാഗ്യവതിയാണ്. ഭാഗ്യവതിയാകാനുള്ള യോഗ്യത തന്നെ എന്ത് യോഗ്യത കൊണ്ടാ ഭാഗ്യവതിയാന്ന് പറഞ്ഞത്? അവളുടെ വീടോ പുരയിടോ വസ്തുവകളോ നമ്മളീ കാണുന്ന പോലെയുള്ള ഈ ലോകത്തിലെ ഭാഗ്യവതി വിളിക്കാനുള്ള യാതൊരു കാര്യവുമില്ല. യാതൊരു കാര്യവും സംഭവിച്ചിട്ടല്ല അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചത്. അവളുടെ അവസ്ഥ മാറിയോ? നല്ല പട്ടുസാരി കിട്ടിയോ? അതുപോലെ ജോലി കിട്ടിയോ? വിവാഹം നടന്നു? വലിയ വീട് കിട്ടിയോ? എന്ത് കിട്ടിയിട്ടാണ് അവളെ ഭാഗ്യവതി എന്ന് പറയുന്നത്? അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് വിളിച്ചത്? അതിന്റെ കാരണം പറഞ്ഞിട്ടാണ് ഭാഗ്യവതി എന്ന് വിളിച്ചത്. കർത്താവ് നിന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിന്റെ വചനം, എന്നോട് പറഞ്ഞ വചനം, അത് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് വാസ്തവത്തിലുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഭാഗ്യം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവം എന്നോട് കൽപ്പിച്ച വചനം എൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകും. ജീവനുള്ള ദൈവം എന്നോട് കൽപ്പിച്ചത് ഞാൻ അനുസരിക്കും. ആ തീരുമാനം അവൾ എടുത്തു. അത് മറിയാം തന്നെ എടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ആ സമർപ്പണം വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? കന്യാമറിയാവിൻ്റെ വീട്ടുകാർക്ക് എടുക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എടുക്കാൻ പറ്റുമോ? അപ്പനെടുക്കാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമോ ഭാഗ്യമോ ഉയർച്ചയോ വളർച്ചയോ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് സമർപ്പണം എടുക്കേണ്ടത്. നിങ്ങൾക്ക് പകരം വേറൊരാൾ സമർപ്പണം എടുത്താൽ കാര്യമില്ല. ഒരു അമ്മ സമർപ്പണം എടുത്താൽ കുറച്ചു കാലം വരെ ഒരു കുഞ്ഞിന് ഫലമുണ്ടായേക്കാം. മോശയുടെ അമ്മ സമർപ്പണം എടുത്തു, അത് കുറച്ചു കാലം മോശയ്ക്ക് പ്രയോജനപ്പെട്ടു. ഒരു അമ്മയോ അപ്പനോ ഒക്കെ സമർപ്പണം എടുത്താൽ കുറച്ചു കാലം പ്രയോജനപ്പെടും. ഹന്ന സമർപ്പണം എടുത്തു, ശമൂവേൽ പ്രവാചകന് കുറച്ചു കാലം പ്രയോജനപ്പെട്ടു. മനുഷ്യൻ തിരിച്ചറിവാകുമ്പോൾ അവൻ തന്നെ സമർപ്പണം എടുക്കണം. ആ വ്യക്തി തന്നെ സമർപ്പണം എടുക്കണം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എൻ്റെ മോള് കർത്താവിൻ്റെ ദാസി എന്ന അമ്മയല്ല സമർപ്പണം എടുത്തത്, അവൾ തന്നെയാണ് സമർപ്പണം എടുത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഭാഗ്യവതിയാകണമോ ഉയരണമോ വളരണമോ നിങ്ങൾ തന്നെ സമർപ്പണം എടുക്കണം. ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിക്കും, ഞാൻ കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കും, ഞാൻ കർത്താവിനോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കും. ആ സമർപ്പണം നിങ്ങൾ തന്നെ എടുക്കണം. ഒന്നുകൂടെ പറഞ്ഞു, ഗബ്രിയേൽ മാലാഖ നിന്നോട് പറഞ്ഞത് വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്. ഗബ്രിയേൽ അവിടെ ആരുമല്ല. ഗബ്രിയേലിൻ്റെ സ്ഥാനം സീറോയ അവിടെ. പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ അറിയിച്ചു, അത്രയേ ഉള്ളൂ. ഗബ്രിയേലിന് പിന്നെ അവിടെ കാര്യമൊന്നുമില്ല. ഗബ്രിയേൽ മാലാഖയ്ക്ക് പിന്നെ അവിടെ ഒരു കാര്യമില്ല. എന്താ പറയുന്നത്? കർത്താവ് നിന്നോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു വിട്ട ഒരാൾ മാത്രമേ ഉള്ളൂ, ഗബ്രിയേൽ മാലാഖ. ദൈവമക്കളെ, നാം ശരിയായ സുബോധത്തിലേക്ക് വന്ന് ഭാഗ്യവതി, കർത്താവ് നിന്നോട് കൽപ്പിച്ചത് വിശ്വസിച്ചു. കർത്താവാണ് നിന്നോട് കൽപ്പിച്ചത്. ജീവനുള്ള ദൈവമാണ് നിന്നോട് കൽപ്പിച്ചത്. നിന്നോട് കൽപ്പിച്ചത് ദൈവമാണ്. ആ ദൈവം പറഞ്ഞത് നീ വിശ്വസിച്ചു. അതിനാൽ നീ ഭാഗ്യവതി. ദൈവമക്കളെ, അത് വാസ്തവത്തിൽ കന്യാമറിയാവിനെ കുറിച്ച് നാം ധാരാളം കേൾക്കാറുണ്ട്. കന്യാമറിയാവിൻ്റെ താഴ്മയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം, നാം ഇപ്പോഴും കേട്ടു. പക്ഷെ കന്യാമറിയാവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അധികം ആരും പറയാറില്ല. കന്യാമറിയാവിൻ്റെ വിശ്വാസം, കർത്താവ് നിന്നോട് കൽപ്പിച്ചത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും നോക്കാം. കർത്താവ് നിന്നോട് കൽപ്പിച്ചു, അതാണ് 2:11. എന്താണ് വായിച്ചത്? ലൂക്കോസ് 2:11 എന്താണ് നാം കേൾക്കുന്നത്? സ്വർഗത്തിലെ മാലാഖമാര്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
കർത്താവായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ടും മിശിഹ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. അതാണ് മാലാഖമാർ ഇടയന്മാരെ അറിയിച്ചത്. കർത്താവായ യേശു നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഇടയന്മാരോട് വന്ന് പറഞ്ഞു കൊടുത്തു. ഇടയന്മാര് ആടുനോട്ടക്കാരാണ്. ബേത്ലഹേമിലെ ആടുനോട്ടക്കാരാണവർ. യെരൂശലേം ദേവാലയത്തിലേക്ക് യാഗത്തിന് ആടുകളെയാണ് അവിടെ യാഗം കഴിക്കുന്നത്. ആ ആടുകളെ വിൽക്കുന്നവരാണ് ഈ ഇടയന്മാർ. അവര് നോക്കുന്ന ആടുകളെയാണ് യെരൂശലേം ദേവാലയത്തിൽ യാഗം കഴിക്കുന്നത്. അപ്പോൾ മാലാഖ വന്ന് ഈ ഇടയന്മാരോട് പറയുകയാണ്, യഥാർത്ഥമായ ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ യാഗമായ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കുന്ന ആട് അതിനെ ഇക്കാലം അത്ര യാഗം കഴിച്ചു. എന്നാൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു, ദൈവത്തിന് സ്തോത്രം. എപ്പോഴും അതാണ് അവർക്ക് പറഞ്ഞു കൊടുത്തു. പാപം ചുമക്കുന്ന കുഞ്ഞാട് നിങ്ങൾ വളർത്തുന്ന കുഞ്ഞാടല്ല, യഥാർത്ഥമായ കുഞ്ഞാട് ജനിച്ചിരിക്കുന്നു. ദൈവമക്കളെ, എപ്പോഴും നാം ഓർക്കണം, ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി ലോകത്തിലേക്ക് വന്നു. പാപം ചുമക്കാൻ വേണ്ടി വന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. വീണ്ടും ശിമിയോൻ എന്താണ് പറഞ്ഞത്? 2-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കാം. 2-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന്. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരിക്കില്ല എന്ന് അറിയപ്പെട്ടുണ്ടായിരുന്നു. കർത്താവായ ക്രിസ്തു, കർത്താവിന്റെ ക്രിസ്തു, ദൈവത്തിന്റെ ക്രിസ്തു എന്ന് വെച്ചാൽ ജീവനുള്ള ദൈവം മനുഷ്യന് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ഒരുക്കിക്കൊണ്ടുവന്നവനായ ക്രിസ്തു. കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നർത്ഥത്തില്ല. ആ ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്ന കർത്താവിന്റെ മിശിഹ, മനുഷ്യൻ ജാതിയുടെ പാപത്തിന് വേണ്ടി പരിഹാരം വരുത്താൻ ജീവനുള്ള ദൈവം സ്ത്രീയുടെ സന്തതിയായി കൽപ്പിക്കുമെന്ന് പറഞ്ഞതായ ആ ക്രിസ്തു, ആ മിശിഹ, നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയതായ ആ കർത്താവായ ക്രിസ്തുവിനെ ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തെല്ലാം വചനങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വിളമ്പിയിരിക്കുകയാണ് അവിടെയെല്ലാം. ഈ യേശു ആരാണ്? ക്രിസ്തു. ഇവൻ വരുമെന്നാണ് ലോകം കാത്തിരുന്നത്. ഇവനെ തരാനാണ് സ്വർഗം കാത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് അവനെ തരാനാണ് സ്വർഗം കാത്തിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ ക്രിസ്തു, കർത്താവായ ക്രിസ്തു. ഇനി നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്ന ഹന്ന പറയും. ആ ദേവാലയത്തിൽ തന്നെ കാത്തിരുന്ന വൃത്തിയായ ഒരു ഹന്നായുണ്ടല്ലോ, അവൾ പറയും, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ വന്നു. ഇസ്രായേലിന് ദൈവരാജ്യത്തിലേക്ക് വേണ്ടി മക്കളെ വീണ്ടെടുപ്പുകാരൻ വന്നു എന്നാ പറയുന്നത്. വീണ്ടെടുപ്പുകാരൻ വന്നു, ക്രിസ്തു വന്നു. നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതായ ആ രക്ഷയുടെ ആ ഉടയവൻ താഴത്തേക്ക് വന്നിരിക്കുന്നു. നാം ഇതുവല്ലോ അറിഞ്ഞിട്ടാണോ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? നാം യേശു എന്നും പറയും, ക്രിസ്തു എന്നും പറയും, നാം എല്ലാം പറയും. അവിടെയൊന്നും യേശു എന്ന പേര് പോലും ഇല്ല. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നു കർത്താവായ ക്രിസ്തു. യേശു എന്ന പേര് പോലും അവിടെ ഇല്ല. അവൻ ജനിച്ച് 8 ദിവസം കഴിഞ്ഞിട്ടാണ് അവന് യേശു എന്ന് പേര് വിളിക്കുന്നത്. യേശു എന്നുള്ളത് അവൻ്റെ പേരാണ്. പക്ഷെ അവൻ ക്രിസ്തുവാണ്, അവൻ മിശിഹായാണ്. അവൻ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള മിശിഹായാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി, നമ്മൾ ദൈവത്തോട് അകന്ന് ജീവിച്ച നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങി വന്നതായ ആ ക്രിസ്തുവാണവൻ. ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴൊന്നും യേശു എന്ന പേര് പോലും ഇല്ല. ക്രിസ്മസിന്റെ ദിവസത്തിൽ യേശു എന്ന പേര് പോലും ഇല്ല. അതൊക്കെ കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു എന്ന പേര് ഇവിടെ ഉണ്ടാകുന്നത്. അതുവരെയല്ല ക്രിസ്തു മിശിഹ. പ്രിയപ്പെട്ടവരെ, നമ്മളവനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഹോശയ്യ പ്രവചനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയും, ഉടയവൻ എന്ന പേരുമിട്ട് ഭർത്താവ് എന്ന് വിളിക്കണമെന്ന്. ഹോശയ്യ 2:16 വായിച്ചു നോക്കൂ. ഹോശയ്യ 2:16. നീ എന്നെ ബാലി
ഉടയവനെ എന്നല്ല, നിങ്ങൾ എന്നെ ബാലി ഉടയവനെന്നല്ല വിളിക്കേണ്ടത്, ഈശി ഭർത്താവ് ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഭർത്താവേ എന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ മക്കളാ, ഞാൻ നടത്തുന്നവരാകും, ഞാൻ ഭരിക്കുന്നവരാകും, എന്നെ അനുസരിക്കുന്നവരാകും, ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നവരാകും. എന്നെ ഭർത്താവേ എന്ന് വിളിക്കും. ആശയോടെ ദൈവം പറയുകയാണ്. അതോ നിങ്ങൾ ഉടയവനെ ഉടയവനെ എന്ന് പറയുന്ന ധാരാളം പേരെ കാണും. ഈ പറയണതിലൊന്നും ഒരു അർത്ഥമില്ല. ദൈവമേ ഉടയവനെ ഉടയവനെ എന്നൊക്കെ പറയും. പക്ഷേ ഭർത്താവെ എന്ന് വിളിക്കുന്ന വെച്ചാൽ കർത്താവെ ഞാൻ ദൈവത്തെ അനുസരിക്കുമെന്ന തീരുമാനത്തോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണോ, അതോ ദൈവമേ എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനിയാണോ? വേദപുസ്തകം വായിക്കുന്ന ക്രിസ്ത്യാനിയാണോ, അനുസരിക്കാൻ വേണ്ടി വേദപുസ്തകം വായിക്കുന്ന ക്രിസ്ത്യാനിയാണോ? ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. അവര് ദൈവത്തെ അനുസരിക്കാൻ മനസ്സുള്ളവരല്ല. അവർ ദൈവത്തെ അനുസരിച്ച് തെറ്റ് ചെയ്യാതിരിക്കാൻ മനസ്സുള്ളവരല്ല. അവർ ദൈവത്തെ അനുസരിച്ച് തെറ്റ് തിരുത്താൻ മനസ്സുള്ളവരല്ല. അവർ ദൈവമേ എന്ന് വിളിക്കുന്നവരാണ്. അതാണ് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇനി ഉടയവനെ ഉടയവനെ ദൈവമേ ദൈവമേ എന്നല്ല വിളിക്കേണ്ടത്, നിങ്ങൾ എന്നെ ഭർത്താവേ അഥവാ കർത്താവേ, ഞാനാണ് നിങ്ങളെ ഭരിക്കുന്നത്, ജീവനുള്ള ദൈവമേ, ഞാൻ നിന്റെ ഒരു ദാസി മാത്രം, ഞാൻ നിന്റെ ഒരു ദാസി മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ സമർപ്പണം എടുത്തിട്ടുണ്ടോ? ഇനി ഞാൻ വെറുതെ ദൈവമേ ദൈവമേ എന്നല്ല, അവൻ എൻ്റെ കർത്താവാണ്. ഞാൻ യേശു പറയുന്നത് അനുസരിച്ച് ജീവിക്കും. യേശു ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, യേശു ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ ചെയ്യും. ഞാൻ കർത്താവിനെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കും. ദൈവമക്കളെ, ആ തീരുമാനമാണ് നമുക്ക് വേണ്ടത്. ആ തീരുമാനം ദാവീദ് പറയൂല 86 സങ്കീർത്തനത്തിൽ, ഞാൻ ദൈവത്തിൻ്റെ ദാസനത്രേ, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ദൈവത്തിൻ്റെ ദാസിയാണ്. ദാവീദ് തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞതാ 86 സങ്കീർത്തനത്തിന് അവസാന വാക്യത്തിൽ കാണും, ഞാൻ നിന്റെ ദാസിയുടെ മകനാണ്, ഞാൻ നിന്റെ ദാസിയുടെ മകനാണ്, എൻ്റെ അമ്മ നിന്റെ ദാസിയാണ്. ദൈവമക്കളെ, ആ വാക്കുകളൊക്കെ അങ്ങ് പോയി. ഇന്ന് ആ വാക്കുകളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ആ പദങ്ങളൊക്കെ ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിന്റെ ദാസിയുടെ മകനാണ്, ഞാൻ നിന്റെ ദാസി. കന്യമറിയാൻ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിൻ്റെ ദാസി. ഇങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ ഉള്ളം കർത്താവിനെ ഊതപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് രക്ഷിതാവാ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചു. ഞാൻ ദാസിയുമാണ് മാത്രമല്ല ഞാൻ താഴ്ന്നവളാണ്, കടാക്ഷിച്ചു. എന്നാൽ എനിക്ക് എന്തറിയാം, ഞാൻ ഭാഗ്യവതിയാണ്, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് അവനറിയാം. തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ആത്മാവിലവൾ പാടുകയാണ്. പക്ഷേ അതേസമയം അവൾ എലിസബത്തിനെ എന്തെന്നാ വിളിക്കുന്നത്? എലിസബത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എലിസബത്തിനെ വന്ദിച്ചു. എലിസബത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനാണ് നിന്നേക്കാളും വലുതെന്ന് പറഞ്ഞല്ല ഇരുന്നത്. ആത്മാവിൽ ആരാ വലുത്? എലിസബത്താണോ വലുത്? മറിയാമാണോ വലുത്? ആരാ വലുത്? മറിയാമാ വലുത്. പക്ഷേ മറിയാം എലിസബത്തിനെ വന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ താഴ്മ ആത്മാവിൽ ആരാ വലുത്? മറിയാമാണ് വലുത്. പക്ഷേ എലിസബത്തിനെ വന്ദിച്ചു. നമുക്ക് ആ താഴ്മയുണ്ടോ? നമുക്ക് ആ എളിമയുണ്ടോ? ആ താഴ്മയും എളിമയും നിങ്ങൾക്കുണ്ടോ? ഒരു എളിമയുള്ള സ്ത്രീ, ഒരു എളിമയുള്ള കുട്ടി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് പറയൂ, എളിമയുള്ള കുട്ടിയാണെന്നൊക്കെ പറയും. നിങ്ങളുടെ മരുമകളെ കുറിച്ച് അങ്ങനെ പറയുമോ? അഥവാ മരുമകൾ അങ്ങനെ ജീവിക്കുമോ? അങ്ങനെ ജീവിക്കുന്ന മരുമക്കളുണ്ടോ? അങ്ങനെ ജീവിക്കുന്ന ഭാര്യമാരുണ്ടോ? എളിമ. ഒരു ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുമോ? എൻ്റെ ഭാര്യയുടെ എളിമ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റുമോ? എൻ്റെ വീട്ടിലേക്ക് വന്ന കുഞ്ഞിൻ്റെ എളിമ, അവളുടെ ആ താഴ്മ, അതിനെക്കുറിച്ച് സാക്ഷ്യം പറയാൻ പറ്റുമോ? ദൈവമക്കളെ, അവിടെയാണ് വില. ദൈവത്തിന് സ്തോത്രം. കുടുംബങ്ങളിൽ എന്തെല്ലാം സംസാരം നടക്കുന്നു നിങ്ങൾ വായിച്ചു നോക്കൂ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. ഒരു കുടുംബത്തിലുണ്ടായ സംസാരമാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-2 വാക്യം വായിച്ചു കേൾക്കാം നമുക്ക്. ഇവിടെയുണ്ട് താഴ്മ.
ഇതൊക്കെ കേട്ട് വാസ്തവത്തിൽ തിരിച്ചു നോക്കണം. ഇതുപോലെ എൻ്റെ സംസാരം എങ്ങനെയുണ്ട്, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുണ്ട്, ഇതൊക്കെ നാം അറിയാൻ വേണ്ടിയ വേദപുസ്തകത്തിൽ ആ വാക്ക് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ നല്ല ഭാഷയിൽ എഴുതാമായിരുന്നു വേണമെങ്കിൽ, പക്ഷേ വേദപുസ്തകത്തിൽ അവരവർ പറഞ്ഞ വാക്കുകൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് തന്നെ ബുദ്ധിയുപദേശത്തിനാ. നാം എങ്ങനെ സംസാരിക്കുന്നു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 30-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യവും വായിക്കാം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു, തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. മക്കളില്ല എന്നുള്ളതൊരു ദുഃഖം, തീർച്ചയായും ദുഃഖമാണ്. സഹോദരിക്ക് മക്കളുണ്ട്, അവരോട് അസൂയപ്പെട്ടു. യാക്കോബിനോട്, ഭർത്താവിനോട്, യാക്കോബ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന്. തിരിച്ച് ഭർത്താവ് എന്നാ മറുപടി പറഞ്ഞേ? അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. കേട്ടോ, വെറുതെ ഇരുന്ന് യാക്കോബ ഭർത്താവിന് ഭാര്യയോട് കോപം ജനിപ്പിക്കത്തക്കവണ്ണം സംസാരിച്ചു. കോപം ഉണ്ടാക്കത്തക്കവണ്ണം സംസാരിച്ചു. കോപം ഉണ്ടാക്കത്തവണ്ണം കോപം ഇളക്കി. യാക്കോബിന് കോപം ഇളകി. അവനെന്താ പറഞ്ഞത്? നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. നിനക്ക് തരാത്തത് ദൈവം നിന്നോട് കൂടെ ഇല്ലാത്തത് കൊണ്ടാ. ഒരു കുടുംബത്തിലുണ്ടായ സംസാരമാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ കോപം ഇളക്കുന്നു. കോപിച്ച് ഇളകുന്നയാള് വർത്തമാനം പറയുന്നു, ദൈവം തരാത്തതാ നിനക്ക് എങ്ങനെയാ തരുന്നത്? നിനക്ക് ദൈവം എങ്ങനെയാ തരുന്നത്? ദൈവമക്കളെ, എവിടെയുണ്ട് എളിമ? എവിടെയുണ്ട് ആ താഴ്മ? നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ അതുണ്ടോ? ഇതെല്ലാം ആത്മീയ ഗ്രഹങ്ങളല്ലേ, ആത്മീയ കുടുംബങ്ങളല്ലേ? നമ്മുടെ എല്ലാ സംസാരത്തിലെല്ലാം എളിമയുണ്ടോ? കന്യമറിയാമിന്റെ താഴ്മയെക്കുറിച്ചും എളിമയെക്കുറിച്ചെല്ലാം നാം വായിക്കുന്നു. തലമുറകൾ എന്നെ വാഴ്ത്തും, അവൾക്കറിയാം ഞാൻ ഭാഗ്യവതിയാണ്. പക്ഷേ അവളുടെ സംസാരത്തിലും ആ പ്രകൃതത്തിലും പെരുമാറ്റത്തിലെല്ലാം ആ എളിമയും ആ താഴ്മയും, അവൾ ആ പദവിയിൽ എത്തിയതിനു ശേഷവും ആ പദവി അവിടെ താഴ്മയോടെ കാണിക്കുകയാണ്. ആ സ്ഥാനത്ത് എത്തിയതിന് ശേഷമാണ്, എന്നിട്ടാണ് ആ പദവി കാണിക്കുന്നത്. അവൾക്കറിയാം അവളുടെ ഉള്ളിലുള്ളവൻ വലിയവനാണ്, പക്ഷേ എളിമയോടെ കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. അവസാനം റാഹേലിന് കുഞ്ഞുണ്ടായി. അവിടെ എഴുതി വച്ചിരിക്കുന്നു, ദൈവം അവളെ ഓർത്തു. ദൈവം അവളെ ഓർത്തപ്പോൾ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. കാരണം അഹങ്കാരമുള്ള കാലത്തൊന്നും ദൈവം അവളെ ഓർത്തില്ല. അവൾ കിടന്ന് ബഹളം ഉണ്ടാക്കി, അവൾ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി, കോലാഹലം ഉണ്ടാക്കി, കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഏതാണ്ടൊക്കെ മരുന്നൊക്കെ കഴിച്ചു. ഇതെല്ലാം കഴിച്ചപ്പോഴൊന്നും കുഞ്ഞുണ്ടായില്ല. അവസാനം എപ്പോഴാണ് കുഞ്ഞുണ്ടായത്? ദൈവം, അവൾ തന്നെത്താൻ താന്നു, ആ കൊമ്പൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ദൈവം അവളെ ഓർത്തു. ദൈവം അവളെ ഓർത്തപ്പോൾ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കൊമ്പൊക്കെ ഒടിയണം. പല പല കൊമ്പുകളുണ്ട്. കൊമ്പൊക്കെ ഒടിയണം. കർത്താവ് യേശു പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കും പോലെ ഞാൻ നിങ്ങളെ കാക്കുക. ഒരു കോഴിക്കുഞ്ഞിന് കൊമ്പുണ്ടെന്ന് വിചാരിച്ചു, തള്ളക്കോഴിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരു കോഴിക്കുഞ്ഞിന് കൊമ്പുണ്ട്, തള്ളക്കോഴിക്ക് ആ കുഞ്ഞിനെ സൂക്ഷിക്കാൻ പറ്റുമോ? അതിനെ ചിറകൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റുമോ? ചിറകൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റില്ല. കൊമ്പുള്ള കോഴിക്കുഞ്ഞിന് തള്ളക്കോഴിക്ക് ചിറകിനടിയിൽ വയ്ക്കാൻ പറ്റില്ല. ദൈവമക്കളെ, അതുകൊണ്ടാണ് താഴ്മയുള്ളവരാകുക. സദൃശവാക്യം 16:19 വായിച്ചു നോക്കുമ്പോൾ, സദൃശവാക്യം 16:19 പറയും, ദൈവമക്കളെ, ക്രിസ്മസ് നമ്മളെ താഴാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ കൊമ്പ് മാറ്റി വയ്ക്കാൻ പഠിപ്പിക്കുന്നു. വിനയപ്പെടാൻ പഠിപ്പിക്കുന്നു. നാം എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. നാം എങ്ങനെ ഇടപെടണമെന്ന് പഠിപ്പിക്കുന്നു. നമുക്ക് നോക്കാം. സദൃശവാക്യം 16:19 വായിക്കാം. ഗർവികളോട് കൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോട് കൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. താഴ്മയുള്ളവരോട് കൂടെ താഴ്മയുള്ളവരായിരിക്കുക. ഗർവികളോടുകൂടെ വലിയ സമ്പത്ത് എന്നുവെച്ചാൽ വലിയ പദവി, വലിയ സ്വത്ത്, ഗർവം, അഹങ്കാരത്തോടുകൂടെ ആ വലുതെല്ലാം പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവരായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ താഴ്മ ധരിപ്പിക്കണം, എന്നെ വിനയം പഠിപ്പിക്കണം, എനിക്ക് വിനയത്തോടെ സംസാരിക്കാൻ പഠിക്കണം. ഒരു ഭവനത്തിൽ പോലും ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു ഭാര്യയുടെ
വായിൽ നിന്ന് അഹങ്കാരവാക്ക് വരുന്നതാണോ, ഒരു ഭർത്താവിൻ്റെ വാക്കിൽ നിന്ന് അഹങ്കാരവാക്ക് വരുന്നതാണോ, ഏതാ കൂടുതൽ കുഴപ്പമുണ്ടാക്കുക? ഭാര്യയുടെ വായിൽ നിന്ന് നിഹളം വരുന്നതാണോ, ഭർത്താവിൻ്റെ വായിൽ നിന്ന് നിഹളം വരുന്നതാണോ? രണ്ടും ശരിയല്ല. പക്ഷേ കൂടുതൽ ദോഷം ചെയ്യുന്നത് ഏതായിരിക്കും? ദോഷം ചെയ്യുന്നത് ഏതായിരിക്കും? ഭാര്യയുടെ വായിൽ നിന്ന് വരുന്ന വാക്കായിരിക്കും. കാരണം ഭർത്താവിൻ്റെ വായിൽ നിന്നൊരു നിഹളത്തിൻ്റെ വാക്ക് വന്നാൽ അത് ഭാര്യയ്ക്ക് തിരുത്താൻ പറ്റും. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, 1 ശമൂവേൽ 25 അബീഗയിലിന്റെ ഭർത്താവായിരുന്നു നാബാല്. അവന്റെ വായിൽ നിന്ന് അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെയും വാക്ക് വന്നു. ഭാര്യയായ അബീഗയിൽ ആ വാക്ക് ദാവീദിന്റെ അടുക്ക പോയി തിരുത്തി. എന്നാൽ ദാവീദിന്റെ ഭാര്യയായിരുന്ന മീഖളിന്റെ വായിൽ നിന്ന് അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെയും വാക്ക് വന്നു. തിരുത്തിയോ? ദാവീദ് തിരുത്തിയോ? തിരുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല. പക്ഷേ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വിവേകമില്ലാത്തതും നിഗളത്തിൻ്റെയും വാക്ക് വരുന്നതിനേക്കാൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറയ്ക്കും ദോഷം ചെയ്യുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതായിരിക്കും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ഭർത്താവിന് തിരുത്താൻ പറ്റില്ല. ഭർത്താവിൻ്റെ വായിൽ നിന്ന് വന്നു പോയാൽ നിങ്ങൾക്കത് തിരുത്താം, ദൈവം അത് ക്ഷമിച്ചു തരും. പക്ഷെ നിങ്ങളുടെ വായെ നിങ്ങൾ എത്രമാത്രം സൂക്ഷിക്കുന്നുണ്ട്? നിഗളമില്ലാതെ, അഹങ്കാരമില്ലാതെ, താഴ്മയോടും എളിമയോടും കൂടെ ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ ഭാഗ്യവതിയാണ്, വിശ്വാസത്തിൽ ഭാഗ്യവതിയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പണങ്ങളുണ്ട്. സമർപ്പണം എടുത്താലേ വളരൂ കേട്ടോ. സമർപ്പണം എടുക്കാതെ വളരുകയില്ല. ആരും മത്സരിച്ച് വലുതാവില്ല, നാം ചെറുതായി വലുതാവുകയുള്ളൂ. ദൈവം ഉയർത്തുന്ന കാലത്തെ നാം ഉയരുകയുള്ളൂ. തന്നെത്താൻ ഉയർത്തുന്ന കാലത്ത് നാം ആരും ഉയരുകയില്ല. എന്നാൽ ദൈവം നമ്മളെ ഉയർത്തുന്ന സമയമുണ്ട്, ആ സമയത്തെ നാം ഉയർന്നു വരികയുള്ളൂ. നാം ചെയ്യേണ്ട തന്നെത്താൻ താഴ്ത്തുക. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. ദൈവമക്കളെ, ദൈവം ഉയർത്താതെ പോകില്ല. ദൈവം കണ്ടവരെ ദൈവം ഉയർത്തും. അത് തക്ക സമയത്ത് ദൈവം ഉയർത്തുകയുള്ളൂ. നാം തന്നെത്താൻ ഉയരുന്നവരാകാതെ. ഈ തിരുവചനം കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതികളായ സഹോദരിമാരെ, ഇവരുടെ കൊച്ചുമക്കളെ, നിങ്ങൾ തന്നെത്താൻ താഴാൻ പഠിക്കണം. വിനയത്തോടെ സംസാരിക്കാൻ പഠിക്കണം. നിങ്ങൾ കടന്നു ചെല്ലുന്ന വീട്ടിലും വിനയത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ വാക്ക് അവിടെ വരരുത്. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ വാക്ക് വന്നാൽ, മീഖളിൻ്റെ വായിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ വാക്ക് വന്നപ്പോൾ മീഖള് ആ വീട്ടിൽ നിന്ന് പുറത്തുപോയി. ദൈവത്തിന് സ്തോത്രം. മീഖളിന് കുഞ്ഞുണ്ടായി, ദാവീദിനും കുഞ്ഞുണ്ടായി. പക്ഷേ ദാവീദും മീഖളും കൂടെ ഒരുമിച്ച് ജീവിച്ചിട്ട് കുഞ്ഞ് ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ദാവീദിനും കുഴപ്പമില്ല, കുഞ്ഞുണ്ടാകാൻ കുഴപ്പമില്ല. മീഖളിനും കുഞ്ഞുണ്ടാകാൻ കുഴപ്പമില്ല. പക്ഷെ മീഖളും ദാവീദും കൂടെ ജീവിച്ചാൽ കുഞ്ഞുണ്ടാവില്ല. കാരണം ആത്മീയവാ, കാരണം അഹങ്കാരവാ, കാരണം അവിടെ ദൈവം ദുഃഖിക്കും. മീഖളും ദാവീദും കൂടെ ജീവിക്കുമ്പോൾ ദാവീദിന്റെ ആത്മാവ് ദുഃഖിക്കും. ദൈവത്തിന് സ്തോത്രം. റാഹേലിന്റെ വായിൽ നിന്ന് വാക്ക് കേട്ടപ്പോൾ ആർക്കാ ദുഃഖം വന്നേ? യാക്കോബിന് ദുഃഖമായി. പക്ഷേ ദൈവം അവളെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, തിരുത്താം. നമുക്ക് തെറ്റുകൾ തിരുത്താം, ഏറ്റുപറയാം. കർത്താവേ, വായ്ക്ക് നിയന്ത്രണമില്ല, നാവിന് നിയന്ത്രണമില്ല, വായെ സൂക്ഷിക്കുന്നില്ല. വായിൽ പരിജ്ഞാനത്തിൻ്റെ വാക്കല്ല വരുന്നത്, നിങ്ങളോ അഹങ്കാരത്തിൻ്റെയും വാക്ക് വായിലൂടെ വരുന്നല്ലോ കർത്താവേ. ദൈവമക്കളെ, ഇത് വായെ സൂക്ഷിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. വായ്ക്ക് നിയന്ത്രണം കിട്ടിയേ പറ്റൂ. നിങ്ങളുടെ നാവ് ദൈവത്തിന് സമർപ്പിച്ചേ പറ്റൂ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കന്യകമറിയാം അവിടെ വിനയപ്പെട്ടു. അവളുടെ വിശ്വാസം നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഒരു ജീവനുള്ള ദൈവം, കാത്തിരിക്കുന്ന ദൈവം, കന്യകമറിയാവിൻ്റെ വിശ്വാസം. കർത്താവ് തന്നോട് പറഞ്ഞത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താണ് കർത്താവ് പറഞ്ഞു കൊടുത്തത്? നീ ഗർഭം ധരിക്കും, ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇതെങ്ങനെ അറിയും?
ഇന്നാണെങ്കിൽ കുഴപ്പമില്ല. ദൈവം അബ്രഹാമിനോട് സാറായിയോടും പറഞ്ഞു, അവർക്ക് കുഴപ്പമില്ല, അവർ നല്ല പ്രായമുള്ളവരാ, പ്രായം കൂടിപ്പോയതാ. പക്ഷേ അവർക്ക് അത് സ്വാഭാവികമായി നടന്നു. എലിസബത്തിനോട് സക്കറിയാവിനോടും പറഞ്ഞു, അവരും പ്രായമുള്ളവരാ, അവർക്കും അത് സ്വാഭാവികമായി നടന്നു. കന്യമറിയാവിനോട് അത് തന്നെ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇതെങ്ങനെ അറിയും പ്രിയപ്പെട്ടവരെ? വല്ലോ ലാബ് ടെസ്റ്റ് ഉണ്ടോ? ഇന്നാണെന്നെങ്കിൽ സ്കാനിങ് കൊണ്ട് അറിയാം, സ്കാൻ നടത്തി അറിയാം അകത്ത് വളരുന്നത് മനുഷ്യക്കുഞ്ഞാണോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അന്നാണെങ്കിൽ എങ്ങനെ അറിയാനാ? അകത്ത് കുഞ്ഞുണ്ടെന്നറിയാം, പക്ഷേ ഇത് മനുഷ്യക്കുഞ്ഞാണോ എന്താണോ എങ്ങനെ അറിയാതെ, വളർച്ചയുണ്ടോ എന്താ വല്ലതും അറിയാൻ വഴിയുണ്ടോ? ഒരു വഴിയില്ല. ഇന്നാണെങ്കിൽ 3-ാം മാസ സ്കാനിങ്, 6-ാം മാസ സ്കാനിങ്, 9-ാം മാസ സ്കാനിങ് എല്ലാം കൃത്യമായിട്ടറിയാം. അകത്ത് ഗർഭിണിയാണെന്ന് അവൾക്കറിയാം, പക്ഷേ അകത്തുള്ളത് ഒരു ആൺകുഞ്ഞാന്നും കൂടെ പറയുന്നു. ഞാൻ പെൺകുഞ്ഞായാലോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, ഇതെല്ലാം എങ്ങനെ അറിയും? ഇതെല്ലാം എങ്ങനെ അറിയുക? നീ ഒരു മകനെ പ്രസവിക്കും, ഇതെല്ലാം എങ്ങനെയാ? അവിടെയാണ് വിശ്വാസം. അവളൊരു പെൺകുഞ്ഞാണ് ജനിക്കാൻ പോണതെങ്കിൽ അവൾ അതുവരെ പറഞ്ഞത് മുഴുവൻ കള്ളത്തരം. അതുവരെ അവൾ എന്തെല്ലാം പറഞ്ഞോ അത് മുഴുവൻ കള്ളത്തരം. പക്ഷേ അത്രയും ആ നിർണായക സമയത്ത് അവൾ കർത്താവിൻ്റെ ഭാഗത്ത് വിശ്വസിച്ചു. ദൈവം തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപം നിങ്ങൾ ഏറ്റുപറയുന്നു, അത് ക്ഷമിച്ചു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ പാപം നിങ്ങൾ ഏറ്റുപറയുന്നു, നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഏറ്റുപറയുന്നു, നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത പാപങ്ങളെ ഏറ്റുപറയുന്നു. ആ പാപം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞതെല്ലാം കർത്താവായ യേശു എനിക്ക് ക്ഷമിച്ചു തന്നു. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ കർത്താവിനോട് ഏറ്റുപറഞ്ഞതെല്ലാം അവൻ എനിക്ക് ക്ഷമിച്ചു തന്നു. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? കന്യമറിയാം വിശ്വസിച്ചു, അവൾ ഭാഗ്യവതി. ഒന്നും കണ്ടില്ല, ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാൻ മേല, ഒരു ലക്ഷണവും കണ്ടിട്ടല്ല, വിശ്വാസം. ഞാൻ ഏറ്റുപറഞ്ഞ സകല പാപങ്ങളും കർത്താവായ യേശു എനിക്ക് ക്ഷമിച്ചു. ദൈവമക്കളെ, ഈ പാവപ്പെട്ട ഞാനിവിടെ നിൽക്കുന്നത് ആ ഒരു വിശ്വാസത്തിലാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. അവൻ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ചു തന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഒരു പാപവും മറഞ്ഞിരിക്കാൻ ഇടവരല്ലേ, ഒരു പാപവും മറഞ്ഞിരിക്കാൻ ഇടവരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഭാഗ്യവതിയാണ്. അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു, നിങ്ങൾ ജീവിതം ക്രിസ്തുവിന് കൊടുത്തു. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. ഞാൻ എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നു. ഇന്ന് ഞാൻ യേശുവിൻ്റെ മകളാണ്. അത് പറയാൻ പലർക്കും സാധിക്കുന്നില്ല. പലരും സാക്ഷ്യത്തിലൂടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. സാക്ഷ്യം പറയുന്ന പലരും ഈ ലോകത്തിലെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാ പോണത്. മരണക്കിടക്കയിൽ ഈ അനുഭവത്തിനൊന്നും ഒരു വിലയുമില്ല കേട്ടോ. ഈ ഭൂമിയിൽ ഈ പറയുന്ന അനുഭവങ്ങൾക്കൊന്നും നിങ്ങളുടെ വാർദ്ധക്യത്തിലോ നിങ്ങളുടെ മരണക്കിടക്കയിലോ ഒരു വിലയും ഉണ്ടാവില്ല. നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ട സാക്ഷ്യം നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. എൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. എൻ്റെ ആത്മാവിനെ ജീവനുള്ള ദൈവം വിലയ്ക്ക് മേടിച്ചു. അവനെൻ്റെ പാപം മോചിച്ചു. എൻ്റെ ആത്മാവ് ജീവനിലാണ്. ഞാൻ കർത്താവിൻ്റെ മകളാണ്. എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തതാണ്. അവൻ എൻ്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതാണ്. ഈ സാക്ഷ്യങ്ങളൊക്കെ എവിടെ പോയി? ഈ സാക്ഷ്യങ്ങളൊന്നും ആരുടെയും വായിൽ നിന്ന് വരാത്തെന്താ? ഈ വാക്യങ്ങളൊന്നും പറയാൻ നിങ്ങളുടെ നാവിന് ത്രാണിയില്ലാത്തതെന്താ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലേ? നിങ്ങളെ കർത്താവിന് രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ച മക്കളല്ലേ? പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങൾ വേണ്ടേ? അതാണ് പറയേണ്ടത്, സാക്ഷ്യം. കാരണം വിശ്വാസം ഇവിടെ വന്നിട്ടില്ല. വിശ്വാസം വരാത്തതുകൊണ്ടാണ് സാക്ഷ്യം വരാത്തത്. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിലെത്തും. എൻ്റെ പാപം യേശു ക്ഷമിച്ചതാണ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചതാണ്. ജീവനുള്ള ക്രിസ്തു എൻ്റെ ആത്മാവിനെ വിലകൊടുത്ത് മേടിച്ചതാണ്.
ആ വിശ്വാസമാണ് വരേണ്ടത്. അതാണ് കന്യമറിയാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൾ തന്നോട് കൽപ്പിച്ചത് വിശ്വസിച്ചു, അവൾ ഭാഗ്യവതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പാപമേറ്റു പറഞ്ഞു, അവൻ ക്ഷമിച്ചു. നീ ഞാൻ മരിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിലെത്തും, ഞാൻ വിശ്വസിക്കും. വിശ്വാസമാണ്. അതെങ്ങനെ അറിയും? വിശ്വാസാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അത് വിശ്വാസാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് കന്യമറിയാവിൻ്റെ വിശ്വാസം. ഒന്നും നേരത്തെ അറിയാൻ പറ്റില്ല. ഇന്നത്തെ പോലെയല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാര്യം പോലും നേരത്തെ അറിയില്ല, ഒന്നും അറിയില്ല. ആ സംഭവത്തിന് ശേഷം മാത്രമേ അറിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ എടുക്കപ്പെടുവോ? യേശു ഇന്നിപ്പോൾ വന്നാൽ നിങ്ങൾ എടുക്കപ്പെടുവോ? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? ഞാൻ കർത്താവിൻ്റെ മകളായി തീർന്നു, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ യേശുവിന് ഈ ലോകമല്ല, ഈ ലോകത്തിൽ ഞാൻ പോകും, ഞാൻ ഇവിടെ നിന്ന് യാത്ര പോകും. ഇതെൻ്റെ പാർപ്പിടമല്ല. പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പുള്ളവരുണ്ടോ? ആ ധൈര്യമുള്ളവരുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് പോകുന്ന മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്ക് ദൈവരാജ്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകളാണ്. ജീവിതം യേശുവിന് കൊടുത്തതാണ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചതാണ്. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ നാവിലൊക്കെ സമർപ്പണം വരുന്നുണ്ടോ? നിങ്ങളുടെ നാവുകൾ നിങ്ങൾ സമർപ്പണം പറ. യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു. അവൻ എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചു. അവൻ എൻ്റെ ആത്മാവിന് ജീവൻ തന്നു. അവൻ മടങ്ങി വരുമ്പോൾ അവനെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്ത് എൻ്റെ കർത്താവിന് എതിരേൽക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റ് പോവുക തന്നെ ചെയ്യും. ഞാൻ ഈ ഭൂമിയുടെ ഒരു ഭാഗമല്ല. ഞാൻ ഈ ഭൂമിയിൽ കുറച്ചു കാലമേ ഉള്ളൂ. അതിനുശേഷം എന്നെ ഒരാൾ വില കൊടുത്ത് മേടിച്ചു. ഞാൻ പറന്നു പോകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട്. ഇപ്പോൾ ഇതുവരെ പറയാത്ത പാപങ്ങൾ ഞാൻ ഏറ്റു പറയുന്നുണ്ട്. ഞാൻ ഒരു പാപവും മൂടി വയ്ക്കുന്നില്ല, ഞാൻ ഒരു പാപവും തുറക്കാതിരിക്കുന്നില്ല. എൻ്റെ അഹങ്കാരം ഞാൻ താഴെ വയ്ക്കുന്നു, എൻ്റെ കൊമ്പ് ഞാൻ താഴെ വയ്ക്കുന്നു. ഞാൻ ഇനി സംസാരത്തിൽ പക്വത പാലിക്കും. കാരണം എനിക്ക് ദൈവരാജ്യമുണ്ട്, എനിക്ക് നിത്യജീവനുണ്ട്. യേശു എനിക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത്. മധ്യാകാശത്തിൽ യേശു വരാൻ പോകുന്നത് എനിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ ആ യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും, ഞാനും അതിലുണ്ടാകും, ഞാനും അതിൽ പങ്കുചേരുമെന്നുള്ളതായ ആ ഉറപ്പുള്ളവർക്ക് എന്നോട് ചേർന്ന് പാടാം. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പാടാം. ദൈവിക ഭവനമതിൽ കളൊരുക്കിയവൻ, ദൈവിക ഭവനമതിൽ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമായി. കരങ്ങളിൽ താഴ്ത്തിയിടാം. കർത്താവേ, കന്യമറിയാവിന് അവളുടെ വാർദ്ധക്യത്തിലും അവളുടെ ജീവിതാവസാനത്തിലും ദുഃഖിക്കാനൊന്നുമില്ല, നിരാശപ്പെടാനൊന്നുമില്ല. കർത്താവ് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു, സമർപ്പണമെടുത്തു, തന്നെത്താൻ താഴ്ത്തി വിശ്വാസത്തോടെ കാത്തിരുന്നു. ദൈവമക്കളെ, നമുക്കും അവസാന നാളിൽ ലജ്ജിക്കാനൊന്നും ഉണ്ടാകരുത്. ഞാൻ ലജ്ജിക്കാനൊന്നും ഉണ്ടാകരുത്. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്നെത്താൻ താഴ്ത്തുക, അവൻ വരവിനു വേണ്ടി കാത്തിരിക്കുക. ദൈവനാമം മുഹത്വപ്പെടട്ടെ.